കൊച്ചിയിൽ ടാങ്കർ ലോറികളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ നിരക്ക് കുത്തനെ കൂട്ടിയതിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. നിരക്ക് വർധന ടാങ്കർ ഉടമകളെ സഹായിക്കാനെന്നാണ് ആരോപണം. ഏകപക്ഷീയമായാണ് നിരക്ക് വർധനയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്താണ് ഈ ആക്ഷേപമെന്ന് കേട്ടിട്ട് വരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടിയ രീതിയിൽ കുടിവെള്ളത്തിന് ടാങ്കർ വെള്ളത്തിൻ്റെ വിലവർധന ഉണ്ടായി. ആ വിലവർധന ഉണ്ടായ അവസരത്തിൽ ജനുവരിയിൽ നമ്മൾ കളക്ടറെ കാണുകയും കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് ഇപ്പം ഏകദേശം മെയ് മാസമായപ്പോഴും ഒരു ഓർഡർ കഴിഞ്ഞ ദിവസം പേപ്പറുകളിൽ വന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതിൽ ആ കൂടിയതിൽ നിന്നും ഒരു ചെറിയ തുക കുറച്ചുകൊണ്ട് ഉള്ള ഒരു ഓർഡർ. അതല്ല, കൂടിയ വില ക്രമാതീതമായി കൂടിയിട്ടുണ്ടെങ്കിൽ ആനുപാതികമായ രീതിയിൽ അത് റിവൈസ് ചെയ്ത് തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. 4000 രൂപയിൽ നിന്ന വെള്ളത്തിൻ്റെ വില 5490 രൂപയും അതിനുശേഷം 12 കിലോമീറ്ററിന് മേളിൽ വരുന്നതിന് അഡീഷണൽ ചാർജസും ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 6000 രൂപയുടേതായ ഒരു വിലയിലേക്കാണ് പുതിയ വരുന്നത്. 2000 രൂപ ഒരു ലോഡിൽ വ്യത്യാസം. നമ്മളെ 3-4 പ്രാവശ്യം ജില്ലാ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും അവസാനം ഇതിൻ്റെ ഒരു ഓർഡർ ഞങ്ങളൊക്കെ അറിയുന്നത് പത്രത്തിൽ വന്നപ്പോഴാണ്. അല്ലാതെ ഞങ്ങളോട് ആലോചിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ തീരുമാനം പറയാതെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇത് മുൻകാല പ്രാബല്യത്തോടെ എന്ന് പറഞ്ഞാൽ 2025 ജനുവരി മുതൽ ഈ വർദ്ധിപ്പിച്ച റേറ്റ് കൊടുക്കാനുമാണ് ഇതാക്കിയിരിക്കുന്നത്, ഓർഡർ വന്നിരിക്കുന്നത്. അത് സാധാരണക്കാരായ ആൾക്കാരാണ് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നത്. അത് ഭീമമായൊരു വലിയൊരു ചെലവിലേക്കാണ് പോണത്. അത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മാറ്റി എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മൾ സർക്കാരിനോടും ജില്ലാ കളക്ടറോടും അഭ്യർത്ഥിക്കുന്നത്. സജോ ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം. സജോ ദേവസ്യ, നിരക്ക് എങ്ങനെയാണ്, എത്ര വീതമാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്? ഈ കൂട്ടിയതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതോടൊപ്പം തന്നെ ഇക്കാര്യം കൃത്യമായി അറിയിച്ചില്ല എന്ന ഈ പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ട്? സുജയ, കൊച്ചിയെ സംബന്ധിച്ച് നമുക്കറിയാം, ടാങ്കർ ലോറികളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന വലിയ തോതിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഫ്ളാറ്റുകൾ, വില്ല പ്രൊജക്ട് അങ്ങനെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രധാനപ്പെട്ട ആശ്രയം എന്നത്. എന്ന് മാത്രമല്ല, ഇത് ദിനേന അങ്ങനെ ഇത്തരം ടാങ്കർ കുടിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിൽ വലിയൊരു നിരക്ക് വർധന ഉണ്ടാകുന്നു. 55%-ലധികമാണ് വർധനവ് വന്നിരിക്കുന്നത്. ആദ്യം ടാങ്കർ ലോറി അസോസിയേഷനാണ് നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചത്. പിന്നാലെ കളക്ടറുടെ മുന്നിൽ പരാതി വന്നതില്ല. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും ചർച്ച നടത്തി. പക്ഷേ പിന്നീട് അതിന്റെ പുതുക്കിയ താരിഫ് പുറത്തിറക്കിയപ്പോൾ അത് ബന്ധപ്പെട്ട ആളുകളെ, അതായത് അത് ബാധിക്കുന്ന ആളുകളെ അറിയിക്കാതെയാണ് തീരുമാനം എന്നാണ് വാദം. ഉദാഹരണത്തിന് 2000 ലിറ്റർ 1000 രൂപ എന്ന നിലയ്ക്ക് നിരക്ക് വർദ്ധിക്കുന്നു. 6000 ലിറ്ററിന് 1800, 12000 ലിറ്ററിന് 2600, 35000 ലിറ്റർ ആണെങ്കിൽ 5950 രൂപ. ഇത് ദിനേന ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരുമ്പോഴാണ്. മറ്റൊന്ന് മുൻകാല പ്രാബല്യമാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ അസോസിയേഷനും വലിയ ലക്ഷങ്ങളുടെ ബാധ്യത ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. അതേസമയം ഈ നിരക്ക് പുനഃക്രമീകരിക്കണം അല്ലെങ്കിൽ പുനർനിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ടാങ്കർ ലോറികൾ വലിയ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയും അവർ തന്നെ സ്വമേധയാ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ പരാതിയായി കളക്ടറുടെ മുന്നിൽ വരികയും അതിന്മേൽ പിന്നീട് പലതവണ ചർച്ചകൾ നടന്നു. എന്നാൽ ഈ ചർച്ചകളിൽ ഇരു കക്ഷികൾക്കും വാദങ്ങൾ കേട്ടതിന് ശേഷം എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിരക്ക് വർധനവായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് അസോസിയേഷനുകളുടെ വാദം. പക്ഷെ അതല്ലാതെ കളക്ടർ ഉത്തരവിറക്കി. അത് വലിയ ബാധ്യതയുണ്ടാക്കും. ആ കാര്യത്തിൽ ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളതിൽ മാറ്റം വേണം എന്നതാണ് അവരുടെ ആവശ്യം. ഓക്കെ, നിരക്ക് വർധനയിൽ വന്ന മാറ്റം അത് കൃത്യമായി അറിയിച്ചിട്ടുമില്ല. നിരക്ക് വർധന വലിയ രീതിയിൽ വരുന്നത് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അത്രയും പണം നൽകേണ്ടി വരുന്നത് എന്നതാണ് അവിടെ ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നവർ പറയുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.